നമ്മളിനി ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്ലെയർ എനിക്ക് പറയാനുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. ആളെ ഒരുപാട് ആളുകൾക്ക് വിമർശിക്കാം, പക്ഷെ ആള് വേൾഡ് ഫുട്ബോളിന് കൊടുത്ത കോൺട്രിബ്യൂഷൻസ് നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. അതായത് 976 കരിയർ ഗോൾസ് നേടിയിട്ടുള്ള മറ്റേത് പ്ലെയറാണ് ഉള്ളത്. പിന്നെ ആളുടെ പോലെ ഡിസിപ്ലിൻ ലൈഫ്, അല്ലെങ്കിൽ ഒരു യൂത്തിന് മൊത്തം ഒരു പ്ലെയറിന് ട്രാൻസ്ഫോം ആക്കാൻ പറ്റി, അല്ലെങ്കിൽ ആളെ കണ്ട് ഒരുപാട് പ്ലേയേഴ്സ് വളരണമെന്നുണ്ടെങ്കിൽ അത് ഫീൽഡിലും ഔട്ട്സൈഡ് ദ ഫീൽഡും ആള് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻസിന്, ഫുട്ബോൾ ആരാധകർക്ക് അപ്പുറം ഒരുപാട് ആളുകളെ ആള് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഫീൽഡ്, നമുക്ക് തോന്നുന്നു ഇനിയൊരു വേൾഡ് ഫുട്ബോളിൽ ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്കൊരിക്കലും ഒരു പ്ലെയറിനെ കാണിച്ചു കൊടുക്കാൻ മേ ബി ഉണ്ടാവില്ല. കാരണം ഒരുപാട് പ്ലെയേഴ്സ് നമുക്കറിയാം, ഓരോ ജനറേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. മറഡോണയെ പോലത്തെ പ്ലെയർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റൊണാൾഡീനോ പോലത്തെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് പ്ലെയേഴ്സ്, റൊണാൾഡോ, നസേരി, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. പക്ഷേ ഇവരെല്ലാവരും അകാലത്തിൽ ഫുട്ബോൾ നിർത്തിയെന്ന് പറയാം. അതായത് അവരുടെ പീക്ക് ടൈം നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവർ ഫോം ഔട്ടായി പോകുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇയാൾ അങ്ങനെയല്ല. റൊണാൾഡോ എന്ന് പറയുന്ന പ്ലെയർ ഒരിക്കലും അങ്ങനെയല്ല. കാരണം 41-ാം വയസ്സിലും അയാളുടെ പ്രകടനം മികവ് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അയാൾ അപ്പോഴും അവിടെ ടീമിന് വേണ്ടി അവിടെ കൃത്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്ക് എന്താ നിങ്ങൾ കളിച്ചോളൂ, ആ ഒരു കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കയറി നിന്നാൽ പോരെ, ബട്ട് സ്റ്റിൽ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റി കൊണ്ട് തന്നെയാണ് അയാൾ ആ ഫീൽഡിൽ കളിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലെയർ, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്രയും എക്സാമ്പിൾ ആക്കി കൊടുക്കാൻ പറ്റുന്ന, റോൾ മോഡലാക്കി കൊടുക്കാൻ പറ്റുന്ന, സോഷ്യലി ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പ്ലെയർ ഇനി വേൾഡ് ഫുട്ബോളിൽ വരുമോ എന്നുള്ളത് തന്നെ ഇത് വൺസ് ഇൻ എ ജനറേഷനിൽ, അല്ലെങ്കിൽ വൺസ് ഇൻ എ ഫുട്ബോൾ മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫുട്ബോളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ? അപ്പോൾ റൊണാൾഡോയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കാരണം നമ്മൾ ഇന്നലെ നെയ്മറിൻ്റെ പടിയിറക്കം, നെയ്മറിൻ്റെ കരച്ചിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റൊണാൾഡോയെ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാണുകയാണ്. പക്ഷെ ഇന്നലെ എന്തോ ആ ഒരു മൊമെൻറ്റിൽ എല്ലാവർക്കും, ഒരു ഫുട്ബോൾ ഫാനിലേക്ക് എല്ലാവർക്കും ഈ കുറച്ച് ദിവസങ്ങൾ സങ്കടമാണ്. ഒരുപക്ഷെ നമ്മൾ അർജൻറ്റീന ഫാനാവാം, ഒരുപക്ഷെ നമ്മൾ ബ്രസീൽ ഫാനാവാം, ഒരുപക്ഷെ നമ്മൾ പോർച്ചുഗൽ ഫാനാവാം. പക്ഷെ ഇങ്ങനത്തെ ലെജൻഡറി, നമ്മുടെയൊക്കെ ഒരു ജീവിതം ഡിഫൈൻ ചെയ്ത ലെജൻഡറി പ്ലെയേഴ്സ് വേൾഡ് കപ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ, അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഇവരൊക്കെ കളിക്കുന്ന ക്ലബ്ബ് എന്ന് പറയുന്നത് അൽ നാസറാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മെസ്സി കളിക്കുന്ന ഇന്റർ മിയാമി. ഇവർ കളിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അത് കാണാൻ സാധിക്കുന്നുണ്ട്? ഇല്ല, കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവര് നമുക്ക് കാണാനുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് വേൾഡ് കപ്പ്, യൂറോ കപ്പ്, കോപ്പ അമേരിക്ക, ഇങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു നാഷണൽ ടീമിൽ ഈ പ്ലെയേഴ്സ് ഇല്ല. അതായത് മെസ്സിയും ഇനി റിട്ടയർമെന്റ് അറിയിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയില്ല, അങ്ങനെ പബ്ലിക്കലി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. പക്ഷെ നെയ്മറും പബ്ലിക്കലി സ്റ്റേറ്റ് ചെയ്തു, റൊണാൾഡോയും അവസാനം വേൾഡ് കപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൊണാൾഡോയും അങ്ങനെ സ്റ്റേറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ബിഗ് സ്റ്റേജിൽ നമുക്ക് ഇവരെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഈ നമ്മുടെ ജനറേഷൻ, നൂറ പറഞ്ഞ പോലെ, പിന്നെ നമ്മുടെ ജനറേഷനിലെ ലെജൻഡ്സാണ്. നമ്മളൊക്കെ ഫുട്ബോൾ സീരിയസ് ആയി കണ്ട് തുടങ്ങുന്ന കാലഘട്ടം മുതൽ ഇന്ന് വരെ, ഇന്നലെ രാത്രി വരെ നമ്മുടെയൊക്കെ ഈ ഗെയിം വാച്ചിങ് മൊമെൻറ്റുകൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓഫ് കോഴ്സ് നമുക്ക് ഡിബേറ്റുകളുണ്ട്. ഗോട്ട് ഡിബേറ്റിൽ മെസ്സിയും ക്രിസ്ത്യാനോയും തമ്മിൽ വരുമ്പോൾ ക്രിസ്ത്യാനോ അവിടെ നിൽക്കുന്നു, മെസ്സി അവിടെ നിൽക്കുന്നു എന്നൊക്കെ ഡിബേറ്റുകളുണ്ട്. പക്ഷേ മെസ്സിക്കില്ലാത്ത കുറേ ഗുണങ്ങൾ ക്രിസ്ത്യാനോക്കുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം വെച്ചാൽ, ചെറിയ കുട്ടികൾ, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ചെറിയ മക്കൾ, സ്ത്രീകൾ, ഇവരിലൊക്കെ ക്രിസ്ത്യാനോ ഫാൻസാണ് മെസ്സി ഫാൻസുകൾ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ എൻ്റെ സുഹൃത്ത്, ഒരു ഫീമെയിൽ സുഹൃത്ത്, അവർ ഗൾഫിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി മാച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ഇങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്ത്യാനോക്ക് ഈ മാച്ചിലെത്താൻ തിളങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചാറ്റ് നടത്തുന്ന സമയത്ത് അവർ ഭീകരമായിട്ട് തന്നെ, എന്താ പറയുക, അയാൾ തിരിച്ചു വരും, ക്രിസ്ത്യാനോ തിരിച്ചു വരും, അയാൾക്ക് ഇനി ഒരു കംബാക്ക് ഉണ്ടാവും എന്നൊരു ഭയങ്കര വാശിയോട് കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം അപ്പോൾ അങ്ങനെ ഒരു ഫാൻ ബേസിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനകത്ത് തന്നെയാണ് ക്രിസ്ത്യാനോൻ്റെ ഒരു ഒന്നാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത്. പിന്നെ നൂറ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇയാളുടെ ഫിസിക്ക് കാത്തു സൂക്ഷിക്കുന്ന രീതി. അപ്പോൾ നമ്മൾ പല ഓൺ ദി പിച്ച് മാത്രമല്ല, ഓഫ് ദി പിച്ച് ഇപ്പോൾ അയാൾ രക്തം ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയിൽ ടാറ്റു ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള കുറേ സാധനങ്ങൾ, അങ്ങനെ കുറേ സംഗതി വായിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലൊക്കെ ഞാൻ ക്രിസ്ത്യാനോ ശ്രദ്ധിക്കുന്നത് ഈ യുണൈറ്റഡിൽ അദ്ദേഹം ആദ്യം വന്ന കാലത്താണ്. ഡേവിഡ് ബെക്കാമിൻ്റെ 7 നമ്പർ ജേഴ്സി എന്ന് പറഞ്ഞാൽ അന്ന് യുണൈറ്റഡിലെ ഒരു കാൽപ്പനിക സാധനം ഡേവിഡ് ബെക്കാമിൻ്റെ 7 നമ്പർ ജേഴ്സി എന്നുള്ളത്, അതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആര് വരും എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ഇംഗ്ലീഷ് പ്രസിഡൻ്റെ ഭയങ്കര ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ ആ ഡിസ്കഷൻ കേട്ടിട്ടേ ഇല്ല. കാരണം ബെക്കാം റയൽ മാഡ്രിഡിലേക്ക് പോയി, പക്ഷേ ആ നമ്പർ 7 ജേഴ്സി പിന്നെ ഫുൾഫിൽ ചെയ്ത ആരാണ്?
CR7 ആണ്. പിന്നെ ആ CR7 7 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്തു, ഇന്നും 7 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ നമ്പർ 7 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഡൗട്ടും ഇല്ലാതെ വരുന്നത് അതായത് ഫുട്ബോൾ നമ്പർ 10 നമ്പർ 9 നമ്പർ 7 ഐക്കോണിക് ആക്കിയത് ക്രിസ്ത്യാനാണ്. ആ പേര് ആദ്യ തരത്തിലുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കി ക്രിസ്ത്യാനാണ്. അപ്പോൾ അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലെയറാണ്. പിന്നെ പറഞ്ഞ പോലെ അയാൾ ദാഹം ഭയങ്കരമാണ്. ഇപ്പോൾ മെസ്സി നമ്മൾ ബാഴ്സലോണയിൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു മെസ്സി കുറേ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ സോൺ കളിക്കുന്നൊക്കെ വിമർശനം കേൾക്കാറുണ്ട്. ബാഴ്സലോണയിൽ ആൾ ഒരു പക്ഷേ അന്ന് ആ പിന്നെ തീരുമാനം വന്നില്ല എങ്കിൽ ഈ കോൺട്രാക്ട് മറ്റേ റിന്യൂ ചെയ്യേണ്ട തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ആൾ ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴും ബാഴ്സലോണയിൽ കളിക്കുമായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനോ കൃത്യസമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്വിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ആൾ കളിച്ചത് സ്പോർട്ടിംഗ് ലിസ്ബണിലായിരുന്നു. അയാൾ അവിടുന്ന് ഫെർഗൂസൻ്റെ മകനാണ് അവിടുന്ന് ആളെ പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. ഫെർഗൂസൻ മകൻ വന്നു. പിന്നെ യുണൈറ്റഡിലെ ആൾ ഒരു ഓറ ഉണ്ടാക്കി. മറ്റേ അന്ന് വേൾഡ് ഫുട്ബോളിൽ അന്ന് മെസ്സി അധികം അങ്ങനെ ഒരു ടോപ്പ് ലെവലിലേക്ക് വന്നിട്ടില്ല. ആ ഫസ്റ്റത്തെ കാര്യമൊക്കെ പറയുന്നത്. ആ ഒരു സീസണിലൊക്കെ ആൾ ഗംഭീരമായിട്ട് കളിച്ചു. പിന്നെ മെസ്സി ക്രിസ്ത്യാനോ റിബേറ്റ് വരുന്നു. പിന്നെ ആൾ മാഞ്ചസ്റ്ററിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം നേരെ റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന എലീറ്റ് ക്ലബിലേക്ക് പോകുന്നു. റയൽ മാഡ്രിഡിൽ പിന്നെ ആൾ ഉണ്ടാക്കിയ ഹിസ്റ്ററി നമുക്കറിയാം. നമുക്കതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടും പിന്നെ ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി അവിടെ കൊണ്ടുവരുന്നു. പിന്നെ അവിടെ നിന്ന് അയാൾ യുവൻറ്റസിലേക്ക് പോകുന്നു. യുവൻറ്റസിൽ അത്ര അധികം നല്ലൊരു ഇതായില്ലെങ്കിൽ പോലും അയാൾക്ക് പിന്നെ പേഴ്സണൽ നമ്പേഴ്സ് മോശമല്ല. പിന്നെ യുണൈറ്റഡിലേക്ക് പിന്നെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ താഴോട്ട് വരുന്നത് കാണുന്നത്. പിന്നെ യുണൈറ്റഡിലേക്ക് വരുന്നു. പിന്നെ അവിടുന്ന് കോച്ചുമായി പ്രശ്നമായിട്ട് അൽ നാസറിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഇയാൾ കാണുന്ന സംഗതി. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു മറ്റേ പ്രിയപ്പെട്ട ടീമാണ് ഹോളണ്ട്, നെതർലാൻഡ്സ്. 2004 യൂറോ കപ്പിലല്ലേ ഈ ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് നടക്കുന്നത്, അത് 2006 വേൾഡ് കപ്പിൽ 2006 വേൾഡ് കപ്പിൽ ആ മാച്ച് ശരിക്കും ഡിഫെൻഡ് ചെയ്ത മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അന്ന് ഡച്ച് ടീമിൻ്റെ മറ്റേ ഡിഫൻഡറായിരുന്ന ഖാലിദ് ബൊലറസ് എന്ന് പറഞ്ഞൊരു ഡിഫൻഡർ ഉണ്ട്. അയാൾ ക്രിസ്ത്യാനെ ഫൗൾ ചെയ്ത് നിർത്തുന്നതാണ് ആ മാച്ച് ആക്ച്വലി കയ്യാങ്കളിക്ക് തുടങ്ങുന്നത്. മാച്ചിൻ്റെ ഫസ്റ്റ് മൊമെൻറ്റുകളിൽ ആ മാച്ച് ശരിക്കും ലൂയിസ് ഫിഗോ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആ കോംബോ, അന്ന് ആ മാച്ച് അങ്ങനെയല്ല എൻഡ് ചെയ്തിരുന്നെങ്കിൽ ക്രിസ്ത്യാനോയുടെ വേറെ തന്നെ ഒരു ഫേസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പിന്നെ അന്ന് മനീഷിൻ്റെ ഗോളിൽ പോർച്ചുഗൽ ജയിച്ചു. പിന്നെ പോർച്ചുഗൽ അധികം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ആ മാച്ച് ആക്ച്വലി ഡച്ച് ടീം മൊത്തം ആ ചെറുപ്പക്കാരനായിട്ടുള്ള തോന്നുന്നു 20 വയസ്സം കണ്ടെന്നുള്ളത് ആ പ്ലെയറിന് എന്താ വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് അയാളായിരുന്നു അവരുടെ നോട്ടപ്പുള്ളി. അയാൾ പരിക്ക് പറ്റിയോട് കൂടിയാണ് കളിയുടെ താളം തെറ്റുന്നത്. അന്ന് മുതൽക്ക് ഇങ്ങോട്ട് എന്താ പറയുക, ക്രിസ്ത്യാനോ അയാളുടെ എന്താ പറയുക ഒരു ലെജൻഡായിട്ട് മാറി നമ്മൾ കണ്ടു. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇനിയിപ്പോൾ അയാൾ കളിക്കുന്നില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ നമ്മുടെ ഒരു മെസ്സി കുറച്ചും കൂടി എന്താ പറയുക ഫുട്ബോളിൽ ഇത് ചെയ്യുന്നുണ്ട് നോക്കുക. ഈ വേൾഡ് കപ്പിൽ റിട്ടയർ ചെയ്തില്ല നോക്കുക. നമ്മൾ മുമ്പിൽ ശൂന്യത ഉണ്ട്. നെയ്മർ അവിടെ കളിക്കുന്നില്ല, ക്രിസ്ത്യാനോ ഇല്ല. എന്നാൽ നമ്മുടെയൊക്കെ ഒരു ആ പൊസിഷൻ റീപ്ലേസ് ചെയ്യാൻ ഈ ഒരു 3 ആൾക്കാരെ റീപ്ലേസ് ചെയ്യാൻ തക്കുള്ള പ്ലേസ് ഒരുപാട് യങ് ടാലൻസ് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ പോയിന്റ് ഇതാണ്. ഇപ്പോൾ നോക്കുങ്ങൾ ഇപ്പോൾ മെസ്സിയോട് ഇട്ടാൽ നോക്കുക, നിങ്ങൾ ആരാ ലോക ഫുട്ബോൾ സൂപ്പർ സ്റ്റാറായി കാണാൻ പോകുന്നത്? എംബാപ്പേനോ അല്ലെങ്കിൽ ഹാളണ്ടിനെയോ? ഇവരുടെയൊക്കെ എംബാപ്പയിൽ ആണെങ്കിൽ പോലും എംബാപ്പെ നിൽക്കുന്നതിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഫിസിക്കിനും അയാളുടെ പേസിനുമാണ് സംഗതി. ഇവർ കണ്ടവർക്ക് അതല്ല. മെസ്സിക്കും ക്രിസ്ത്യാനോക്കും നെയ്മറിനും അവരുടെ ഫിസിക്കും പേസും മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, ഇവരുടെ നാച്ചുറൽ സ്കില്ലുകളുണ്ടായിരുന്നു. ഇവരുടെ ഡ്രിബ്ലിങ്, ഇവരുണ്ടാക്കിയിട്ടുള്ള പിന്നെ 1-on-1 സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുള്ള മാജിക്കുകൾ, അത് കമ്പാരിറ്റീവ്ലി ലക്കി എന്ന് മാത്രം നമ്മൾ വിഷയം വെച്ചാൽ അവരെ ഒരു റീപ്ലേസ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു നെക്സ്റ്റ് ജനറേഷനിൽ ഒരു സൂപ്പർ സ്റ്റാർ സ്ഥാനം വരുന്ന നമുക്ക് കാണുന്നില്ല. സങ്കടമുണ്ട്. നമ്മൾ കുറേ മറ്റേ ഇയാൾ പറയുന്നത് ലമീൻ യമാലിനെ പറയുന്നുണ്ട്. ലമീൻ യമാൽ ഓക്കെ ആൾ ഒരു പിന്നെ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ലമീൻ യമാൽ വരട്ടെ, അതുപോലെ എംബാപ്പെ വരട്ടെ, അത്തരം കളിക്കാർക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കണം. പക്ഷേ നമ്മൾ ഇവരുടെ കരിയറിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഘട്ടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്സും അന്നുണ്ടാക്കി നാച്ചുറലി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഒരു സ്റ്റാർഡം ഉണ്ട്. അത് ഇവർക്ക് നാച്ചുറലി റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്രിസ്ത്യാനോയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യമാണ്, മെസ്സി അദ്ദേഹത്തിന് ഒരു സ്റ്റൈലുണ്ട്. അത് തുടക്കം മുതലേ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് പോയിക്കണത്. പക്ഷെ ക്രിസ്ത്യാനോക്ക് അതിൻ്റെ ഇടയിൽ കുറേ പരിക്കുകളൊക്കെ വന്നിട്ടുണ്ട്. 2014 വേൾഡ് കപ്പ് അദ്ദേഹത്തിന് മര്യാദയ്ക്ക് പെർഫോം ചെയ്തിട്ടില്ല. അതൊരു നീ ഇഞ്ചുറി വന്നിട്ടാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ മാറ്റുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തി അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു എങ്ങനെ കളിച്ചാലാണ് അദ്ദേഹത്തിന് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ അങ്ങനെ ചേഞ്ചസ് വരുത്തി വേദനകൾ സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ അദ്ദേഹം ടോപ്പിൽ നിൽക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ഹങ്കർ ടു ബി ഓൺ ദ ടോപ്പ്, അത് ക്രിസ്ത്യാനോനെ കണ്ടു പഠിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊരു യുവതാരത്തിനും എക്സാമ്പിൾ ആണ്. ഏത് മനുഷ്യനും തന്നെ ഇപ്പം പറയട്ടെ, ഇത്രയും ഒരു മനുഷ്യർക്ക് അയാൾക്ക് എത്താവുന്നതിൻ്റെ മാക്സിമം എന്നാണ് ക്രിസ്ത്യാനോ. നോക്കി നിങ്ങൾ ആൾ ആക്ച്വലി പിന്നെ ആൾ പേഴ്സണൽ ലൈഫൊക്കെ ആണെങ്കിൽ എന്താ അയാളുടെ ഹോട്ടലിൽ ക്ലീനിങ് തൊഴിലാളി ആയിരുന്നു അയാളുടെ അമ്മ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്.
അവിടെ നിന്ന് അത്തരം ഒരു ഹമ്പിളായ ബിഗിനിങ്ങിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച അത്ലറ്റുകളുടെ ആളെ മാറി. ആ മാറുന്നതിനൊക്കെ ഇയാളുടെ ഹങ്കർ നമ്മൾ പ്രകടമാണ്. അരി പറഞ്ഞ ഹങ്കർ പ്രകടമാണ്. ഐ ആം നമ്പർ, ആൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഐ ആം ദി ഗോട്ട്, ഐ ആം നമ്പർ 1 ആൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അഹങ്കാരമായിട്ട് പിന്നെ ആൾക്കാർ, പക്ഷെ അതല്ല അയാളുടെ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഞാനാണ് ബെസ്റ്റ് എന്നുള്ള ആ തരത്തിലുള്ളത് അത് ഉണ്ടാക്കുക, അതിന് വേണ്ടി പോരാടുക. ഇപ്പോൾ അയാളുടെ നമ്മൾക്ക് എപ്പോഴും പറയുന്ന സംഭവം, അയാൾ ഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ കാണുക അയാളുടെ ബോഡി അല്ലേ, അയാളുടെ ഒരു 41 വയസ്സുള്ള നമ്മൾ 40 വയസ്സുള്ള ആൾക്കാരെ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന സംഗതിയുണ്ട്. ആരോ 43 വയസ്സുള്ള ആൾക്കാരുടെ ബോഡി എങ്ങനെ ഉണ്ടോ നമുക്കറിയാം. അല്ലെ അവരുടെ ഇയാൾ ഒരു 25 വയസ്സുള്ള ആളെ പോലെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹങ്കർ അവർ പറഞ്ഞാൽ ഇതാണ് സംഗതി. ഇപ്പൊ നമ്മളൊക്കെ ഫുട്ബോൾ കണ്ടാലും നമ്മൾ ഈ റൊണാൾഡോ മെസ്സി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമല്ലോ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ഞാൻ കണ്ട ടൈമിൽ എനിക്ക് ഫുട്ബോൾ കാണാൻ തുടങ്ങിയിട്ട് ഒരു നഷ്ടപ്പെട്ട ഏറാന്നൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കണ്ടില്ല എന്ന് തോന്നിയത് റൊണാൾഡോ യുണൈറ്റഡിൽ കളിച്ച ആ ഒരു ടൈം തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ പല ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ഞാൻ ഈ റൊണാൾഡോനെ കുറിച്ചൊക്കെ ഇങ്ങനെ വലുത് അല്ലെങ്കിൽ മെസ്സിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അടുത്ത് മറ്റ് ബ്രദേഴ്സൊക്കെ ഇങ്ങനെ പറയണ എന്തൊക്കെ പറഞ്ഞാലും യുണൈറ്റഡിലില്ല റൊണാൾഡോനെ ഈ കണ്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു ചോദ്യം ഭയങ്കര നഷ്ടം തന്നെയാണ്. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതാണ്, യുണൈറ്റഡ് പ്രേം മെസ്സിയും പ്രേം റൊണാൾഡോയെ കാണാൻ പറ്റിയെന്നുള്ളതാണ് നമുക്കൊരു ഭാഗ്യം. അതെ. പിന്നെ ഒരു കാര്യം കൂടി, ഇയാൾ പിന്നെ ഹൈലി ലൈഫുമായിട്ട് ഭയങ്കര കണക്ട് ആയിട്ടുള്ള പ്ലെയറാണ്. ഇപ്പോൾ മെസ്സി നമ്മൾ പറഞ്ഞു, മെസ്സി ഇപ്പോൾ ഈ ഒരു റിയാക്റ്റീവായി തുടങ്ങിയ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെയാണ്. അതുപോലെ അയാൾ വളരെ ഹംബിളായിട്ടുള്ള, പെട്ടെന്ന് ഹർട്ടാവുന്ന, കുട്ടി കരയുന്ന, പിന്നെ ഒരു മാച്ച് ഒരു ഫൈനൽ തോൽക്കുമ്പോൾ റിട്ടയർ പ്രഖ്യാപിക്കുന്ന ആളെ മെസ്സി എന്ന് പറഞ്ഞാൽ ലേറ്റ്ലിയാണ് അയാൾ അല്ലത്തിരിക്കുന്നത്. ക്രിസ്ത്യാനൊക്കെ ഒരിക്കലും അങ്ങനെ, ക്രിസ്ത്യാനോ നമുക്ക് അങ്ങനെ ഹർട്ട് ചെയ്യാൻ കഴിയില്ല. ഇന്ന് തൊട്ട് നാളെ ജയിക്കുന്നുള്ളൂ. ആ ലൈഫിൽ ഇപ്പോൾ ആളിപ്പോൾ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആൾ പറയുന്നുണ്ട്. ആൾ ഈ അടുത്ത് 2 വർഷം മുമ്പ് കണ്ട ആൾ സ്വന്തം മക്കളെയും കൊണ്ട് ലിസ്ബണിലുള്ള ഒരു ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നുണ്ട്. പഴയ ഒരു ചേരിയിലുള്ള ഒരു ചെറിയ സിംഗിൾ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് അയാൾ ജീവിതം തുടങ്ങിയ ഒരു സ്ഥലമാണ് അവിടെ. എന്നാൽ മക്കൾക്ക് ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ എവിടെയാണ് ജീവിച്ചതെന്നുള്ള. അത്തരത്തിലുള്ളൊരു മക്കളെ കൂടി പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോരാടി നേടണം എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ വന്ന ഹമ്പിൾ ആയിട്ടുള്ള ബിഗിനിങ് ഇവിടെ ആയിരുന്നു, നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത് വെറുതെ കിട്ടിയതല്ല എന്ന് ബോധിപ്പിക്കുന്ന ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് അയാളുടെ എത്ര നന്മകൾ നമ്മൾ പറയുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യൻ തന്നെ. ഇപ്പോൾ റൊണാൾഡോനെ കുറിച്ച് പറഞ്ഞ് എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റൊണാൾഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫുട്ബോൾ റോൾ മോഡൽ മാത്രമല്ല, ഒരു ലൈഫ് റോൾ മോഡൽ. തീർച്ചയായിട്ടും അതാണ് അതിനെ പറ്റി സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ്.